ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റോട്ട് എക്സ്പ്ലെയിൻ. അപ്പം ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്യൂരിയോസിറ്റിനെ കുറിച്ചാണ്. പൊതുവേ ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പം ഒരു സംഭവമുള്ളൂ. അതായത് ഇപ്പോൾ ഒരാൾ ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും അയാൾ ക്യൂരിയസ് ഉള്ളൂ. അതായത് ഇൻ്റലിജൻസിൻ്റെ കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഇൻ്റലിജൻസിൽ ഞാൻ പറഞ്ഞായിരുന്നു പല ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട്. അതേപോലെ തന്നെ ക്യൂരിയോസിറ്റിയും പല ടൈപ്പ് ഓഫ് ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പം ഒരാൾ ക്യൂരിയസ് ആണെന്ന് പറയുമ്പോൾ അത് ഇപ്പം എന്നാ പറയണ്ടേ, ഒരു കാര്യത്തിൽ മാത്രമായിരിക്കത്തില്ല, പല രീതിയിൽ ക്യൂരിയസ് ആയവരുണ്ട്. ചിലവർ നമ്മൾ നോക്കുമ്പോൾ ചില ടൈപ്പ് ഓഫ് ക്യൂരിയോസിറ്റി കാണത്തില്ല, പക്ഷെ അവർ വേറെ പല രീതിയിലും ക്യൂരിയസ് ആകാം. നമ്മൾ പൊതുവേ ഒരു ടൈപ്പ് ഓഫ് ക്യൂരിയോസിറ്റി ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ അയാൾ ഭയങ്കര ക്യൂരിയസ് ആണ്, അവൻ ഭയങ്കര ക്യൂരിയസ് ആണ്, അങ്ങനെയൊക്കെ നമ്മൾ പൊതുവേ പറയുന്നത് കേൾക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുമ്പോൾ ക്യൂരിയോസിറ്റിക്ക് തന്നെ പല വിധമുണ്ട്, പല വിധത്തിലുള്ള ക്യൂരിയോസിറ്റികളുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഒരു 11 ടൈപ്പ് ക്യൂരിയോസിറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം അതിന് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പെർസെപ്ഷ്വൽ ക്യൂരിയോസിറ്റി. പെർസെപ്ഷ്വൽ ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ സെൻസറി ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ നോക്കത്തില്ലേ, ആ ശബ്ദം എങ്ങനെയാണ് ഉണ്ടായത്, അത് എന്തുകൊണ്ടുണ്ടായതാണ്, ഇല്ലെങ്കിൽ ഒരു സംഭവം പെട്ടെന്ന് സഡനായിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായി. അതായത് പൊതുവെ ചുറ്റുപാട് നടക്കുന്ന എന്തെങ്കിലും ഒരു ചേഞ്ചിൽ നമ്മൾ നോക്കുമ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഉള്ള ചേഞ്ചസ്. ഇപ്പോൾ സർപ്രൈസ്, ഇപ്പോൾ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ഒച്ചയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു വേൾഡിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റോ എന്തുമാകാം, എന്തും സർപ്രൈസ് ആയിട്ടുള്ള എന്തും നമ്മളത് കാണുമ്പോൾ നമുക്ക് അതിനോട് തോന്നുന്നൊരു ക്യൂരിയോസിറ്റിനാണ് പെർസെപ്ഷ്വൽ ക്യൂരിയോസിറ്റി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവന് ഗുണ കേവിൽ പോകണം, എന്നിട്ട് ഗുണ കേവിൻ്റെ ആ കേവിനകത്തോട്ട് ഗുണ്ടെറിഞ്ഞ് നോക്കണം. അപ്പം അതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തോ ഒച്ചയായിരിക്കും കേൾക്കുന്നതെന്ന് അവനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരു പെർസെപ്ഷ്വൽ ക്യൂരിയോസിറ്റീൻ്റെ ഭാഗമാണ്. വിയേർഡായിട്ടുള്ള ശബ്ദം കേൾക്കുമ്പോൾ അതിനോടുള്ള ക്യൂരിയോസിറ്റി, അതൊക്കെയാണ് പെർസെപ്ഷ്വൽ ക്യൂരിയോസിറ്റി. ഇനി ഞാനിവിടെ രണ്ടാമതായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യൂരിയോസിറ്റിയാണ് എപ്പിസ്റ്റെമിക് ക്യൂരിയോസിറ്റി. അതാണ് പൊതുവേ നമ്മളിങ്ങനെ ആൾക്കാർ ഭയങ്കര ക്യൂരിയസ് ആണെന്നൊക്കെ പൊതുവേ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്യൂരിയോസിറ്റിയാണ്. അതായത് ഇപ്പോൾ സയൻസ് കോൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള ക്യൂരിയോസിറ്റി. ഇപ്പോൾ എന്തെങ്കിലും കാര്യം അതിൻ്റെ ബിഹൈൻഡ് കോൺസെപ്റ്റ്, അതെന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു, അതെങ്ങനെയാണ് അത് അങ്ങനെ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റിനെയാണ് എപ്പിസ്റ്റെമിക് ക്യൂരിയോസിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് ഡൈവേഴ്സി ക്യൂരിയോസിറ്റി. ഡൈവേഴ്സി ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് പുതിയ ഡൈവേഴ്സായ കാര്യങ്ങൾ കൺസെപ്റ്റ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ക്യൂരിയോസിറ്റി. അതായത് പുതിയ ഹോബീസ് ട്രൈ ചെയ്യുക. ഇപ്പം യൂട്യൂബിൽ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് പുതിയ കണ്ടൻസ്, ഭയങ്കര ഒരു സ്റ്റേബിളല്ല, ഇതിലൊരു ഭയങ്കര കെയോട്ടിക് ആയിട്ടുള്ള രീതിയിൽ. കെയോട്ടിക് എന്ന് ഉദ്ദേശിച്ചത് ഡിസോർഡർ കെയോട്ടിക് മീൻസ് ഡിസോർഡർനെസ്, ഒരു ഭയങ്കര ഡിസോർഡറായ രീതി, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കെയോട്ടിക് ക്രിയേറ്റിവിറ്റി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഭയങ്കര പുതുമയുള്ള കാര്യങ്ങളിലോട്ടുള്ളൊരു ആകർഷണം, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്യൂരിയോസിറ്റിയാണ്. അതായത് പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, എല്ലാം പുതിയ കാര്യങ്ങൾ, ചുമ്മാ അതിനെക്കുറിച്ച് പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, നമുക്കറിയാത്ത കണ്ടൻസിനെ കുറിച്ച് നോക്കുക, പുതിയ കാര്യങ്ങളെ എക്സ്പ്ലോർ ചെയ്ത് ഇല്ലേത് അതിൻ്റെ പുറകെ തേടിപ്പോകുന്ന ഒരു ക്യൂരിയോസിറ്റിയാണ് ഡൈവേഴ്സീവ് ക്യൂരിയോസിറ്റി. ഇനി നാലാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ക്യൂരിയോസിറ്റിയാണ് സ്പെസിഫിക് ക്യൂരിയോസിറ്റി. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഒരു കാര്യം അത് മിസ്സിങ് ആണെന്ന് തോന്നി, അതിൻ്റെ ആൻസർ മിസ്സിങ് ആണ്, നമുക്ക് മനസ്സിലാക്കണം എന്നോർത്ത് ഇപ്പോൾ കുറേ നേരം നമ്മൾ അതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്തിരിക്കത്തില്ലേ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു ആൻസർ നമുക്ക് മിസ്സിങ് ആണ്. സോ അതിന് വേണ്ടി ഇപ്പോൾ ഒരു പസിൽ സോൾവ് ചെയ്യുമ്പോൾ പസിലിൻ്റെ ആൻസർ മിസ്സിങ് ആണ്, നമ്മൾ ആ ഒരു കാര്യത്തിലോട്ട് മാത്രം നമ്മൾ ഭയങ്കരമായിട്ട് ഇതായിപ്പോവും, അതിൻ്റെ ആ ഒരു സൊല്യൂഷൻ മിസ്സിങ് ആയിരിക്കും. അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഭയങ്കര ഒരു സ്പെസിഫിക് ആയ കാര്യത്തിലോട്ട് നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കും. നല്ല ഫോക്കസ് വേണം, നമ്മൾ നല്ല രീതിയിൽ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. അതിനെയാണ് സ്പെസിഫിക് ക്യൂരിയോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്യൂരിയോസിറ്റിയാണ് അഞ്ചാമതായി വരുന്ന ക്യൂരിയോസിറ്റി, സോഷ്യൽ ക്യൂരിയോസിറ്റി. സോഷ്യൽ ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, മറ്റൊരാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതായത് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാവാം, ഇല്ലെങ്കിൽ ഗോസിപ്സ്, നമുക്കൊക്കെ ഗോസിപ്സ് കേൾക്കാൻ ഇഷ്ടമാണല്ലോ. അപ്പം ഗോസിപ്സ് ഇപ്പം എവിടെയെങ്കിലും നടന്ന സംഭവങ്ങളാണല്ലോ, ഇല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളെക്കുറിച്ച് മനസ്സിലാക്കാനും വേറൊരാളുടെ ഇൻട്രസ്റ്റും അയാളുടെ വേ ഓഫ് തിങ്കിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് സോഷ്യൽ ക്യൂരിയോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആറാമതായി വരുന്ന ക്യൂരിയോസിറ്റിയാണ് മോർബിഡ് ക്യൂരിയോസിറ്റി. ഈ മോർബിഡ് ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കിപ്പം
ഡാർക്കായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാകത്തില്ലേ? ഇപ്പം എവിടെയെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്ററീസ് വായിക്കാനുള്ള ആഗ്രഹങ്ങൾ, പിന്നെ ഡെത്തിനെക്കുറിച്ച്. ഇപ്പം ഈ സൈക്കോപാത്സ് ഇല്ലേ, അവർക്കൊക്കെ ഈ ക്യൂരിയോസിറ്റി ഭയങ്കര ഹൈ ലെവലിലായിരിക്കും. അതുകൊണ്ടാണ് അവരങ്ങനെ ആയി പോകുന്നത്. ലൈക്ക് അവർക്ക് ഭയങ്കര ഡാർക്കായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. ഇപ്പോൾ കൊലപാതകം, പിന്നെ അതുപോലെ ഡെത്ത്, ഡാർക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പം അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടാകത്തില്ല. ഇങ്ങനെ എവിടെയെങ്കിലും നടന്ന ക്രൈം ഇൻസിഡൻസിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും. അപ്പം അതിനെ ആ ഒരു ടൈപ്പ് ഓഫ് ക്യൂരിയോസിറ്റി, അതിനോടുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് മോർബിഡ് ക്യൂരിയോസിറ്റി. ഇനി ഏഴാമതായി പറയാൻ ഉദ്ദേശിക്കുന്ന ക്യൂരിയോസിറ്റിയാണ് എസ്തെറ്റിക് ക്യൂരിയോസിറ്റി. എസ്തെറ്റിക് ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ ബ്യൂട്ടിയോടുള്ള ക്യൂരിയോസിറ്റി. ബ്യൂട്ടി ഇല്ലെങ്കിൽ ആർട്ട് വർക്ക് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ആർട്ട് ഉണ്ടാകത്തില്ല. ഇപ്പോൾ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ആർട്ട് കാണുമ്പം ലൈക്ക് അതെന്തോ ഉദ്ദേശിക്കുന്നുണ്ട്, അതിൻ്റെ ബിഹൈൻഡ് മീനിങ് എന്നാ. പിന്നെ ഇപ്പം എക്സ്പ്രഷനിസ്റ്റ് ഒക്കെ ഇല്ലേ, ആർട്സിൽ എക്സ്പ്രഷനിസ്റ്റ്, അതായത് ഇപ്പം ഒരു ആർട്ട് അത് ലൈക്ക് എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുമായിരിക്കും. ആർട്ട് കൊണ്ട് എന്തോ ഒരു കാര്യം നമ്മൾ ആർട്ടിസ്റ്റ് എക്സ്പ്രസ് ചെയ്യുവാണ്. അപ്പം അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആർട്ടിൻ്റെ ബിഹൈൻഡ്, അതിൽ ലൈക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ, അതാണ് എസ്തെറ്റിക് ക്യൂരിയോസിറ്റി. ഇനി എട്ടാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ക്യൂരിയോസിറ്റിയാണ് എക്സിസ്റ്റൻഷ്യൽ ക്യൂരിയോസിറ്റി. അതായത് അതൊരു ഫിലോസഫിക്കലായിട്ടുള്ള ക്യൂരിയോസിറ്റിയാണ്. നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു, ലൈഫിൻ്റെ മീനിങ് എന്നാ, ലൈക്ക് നമ്മളെങ്ങനെ ഉണ്ടായി, ലൈക്ക് അതുപോലുള്ള ക്യൂരിയോസിറ്റി ഇല്ലേ. അത് പൊതുവേ കുറേയൊക്കെ പേര് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പം ലൈഫിൻ്റെ മീനിങ് എന്നാ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതുമായുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് എക്സിസ്റ്റൻഷ്യൽ ക്യൂരിയോസിറ്റി. ഇനി ഒമ്പതാമതായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് മാനിപ്പുലേറ്റീവ് ഓർ എക്സ്പ്ലോറേറ്റീവ് ക്യൂരിയോസിറ്റി. അതായത് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇതിനിങ്ങനെ, അതായത് പൊതുവെ ഇപ്പം എഞ്ചിനീയേഴ്സ് ഇല്ലെങ്കിൽ ടിങ്കറേഴ്സിലൊക്കെ കാണുന്ന ക്യൂരിയോസിറ്റിയാണിത്. അതായത് ഇപ്പം നമ്മൾ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ഒരു കാറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പൊളിച്ച് നോക്കി എങ്ങനെ ഇരിക്കും, ഇതിൻ്റെ ടയർ ചെയ്യാൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും, ഇത് മാറ്റി വേറൊരു സാധനം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും. അതായത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള, ഇപ്പോൾ എന്തൊരു സംഭവമാണെങ്കിലും അത് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലും കാണുന്നത്. ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഇതിങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയുള്ള ക്യൂരിയോസിറ്റി ഈ കുട്ടികളിലൊക്കെ പൊതുവേ കാണാറുള്ളതാണ്. ഇല്ലെങ്കിൽ ഈ എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പൊതുവെ അങ്ങനെയായിരിക്കും. എന്തെങ്കിലും സാധനമൊക്കെ ഇങ്ങനെ പൊളിച്ച് നോക്കി അതിനകത്ത് തന്നെ ഇതിങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ഇല്ലെങ്കിൽ അതിലോട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി. അപ്പം അതിനെയാണ് എന്താണ് മാനിപ്പുലേറ്റീവ് ഓർ എക്സ്പ്ലോറേറ്റീവ് ക്യൂരിയോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ പത്താമതായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് ഇൻ്റലക്ച്വലി പ്ലേഫുൾനെസ്. അതായത് ഇപ്പം തോട്ട് എക്സ്പീരിമെൻറ്റ്സ് ആലോചിച്ച് നോക്കുക, പാരഡോക്സസ് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഐൻസ്റ്റീനൊക്കെ കുറേ തോട്ട് എക്സ്പീരിമെൻ്റൊക്കെ മൈൻഡിൽ ചിന്തിച്ചിട്ടാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റിയും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ഇതൊക്കെ തോട്ട് എക്സ്പീരിമെൻറ്റ്സിലൂടെ വന്നതാണ്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയൊക്കെ. അപ്പോൾ ഇങ്ങനെ തോട്ട് എക്സ്പീരിമെൻറ്റ്സ് ആലോചിച്ചിരിക്കുക. ഇല്ലെങ്കിൽ ഇപ്പം എന്നാ പാരഡോക്സസ്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ലൈക്ക് സയൻസിലോ ഫിലോസഫിയിലോ ഇപ്പം ഇതുവരെ ഉത്തരം കണ്ടെത്താത്ത സാധനം അതെങ്ങനെയായിരിക്കും, ലൈക്ക് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഭയങ്കര ഇൻ്റലക്ച്വലി തിങ്ക് ചെയ്യാനുള്ള ലേൺ ചെയ്യാനുള്ള എബിലിറ്റി അല്ല അങ്ങനെ നമുക്കതിനെക്കുറിച്ച് പഠിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. ഇതെന്താണ് ഇപ്പം സയൻസിന് ഉത്തരവില്ലാത്ത കാര്യമായിരിക്കും. നമ്മളിങ്ങനെ ചുമ്മാ എങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ബിഗ് ബാങ്കിലൂടെ വേൾഡ് ഉണ്ടായെന്ന് പറയുന്നു, അല്ല യൂണിവേഴ്സ് ഉണ്ടായെന്ന് പറയുന്നു, അതെങ്ങനെയാണ് ഉണ്ടായത്, ലൈക്ക് അങ്ങനെയുള്ള ക്യൂരിയോസിറ്റികളില്ലേ, അതിനെയാണ് ഈ ഇൻ്റലക്ച്വലി പ്ലേഫുൾനെസ് എന്ന് പറയുന്നത്. പിന്നെ 11ാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്യൂരിയോസിറ്റിയാണ് അഡ്വഞ്ചറസ് ക്യൂരിയോസിറ്റി. അതായത് ഇപ്പം അഡ്വഞ്ചറിനോടുള്ളൊരു ത്വര. ഇപ്പം ഒരു മരം കയറാനുള്ള ആഗ്രഹം, ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ചെറിയ കുട്ടികൾക്കുണ്ടാവും, ഒരു മരം കാണുമ്പോൾ അതിൻ്റെ പൊക്കത്ത് കയറണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാകും. അഡ്വഞ്ചറസ് സ്പോർട്സ് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാകും. ചിലവർക്ക് ഈ എന്നാ പറയണ്ടേ എവറസ്റ്റിൽ കയറാൻ ആഗ്രഹം ഉണ്ടാകും. അതേപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതെന്തും ആകാം, അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തും ചെയ്ത് നോക്കാനുള്ളൊരാഗ്രഹം ഉണ്ടാകും എന്നതിനെയാണ്, ഇല്ലെങ്കിൽ അതിനോടുള്ളൊരു ക്യൂരിയോസിറ്റി. അത് ചെയ്ത് എങ്ങനെയിരിക്കും, ലൈക്ക് അതിൻ്റെ പൊക്കത്ത് ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് അഡ്വഞ്ചറസ് ക്യൂരിയോസിറ്റി. അപ്പം 11 ക്യൂരിയോസിറ്റിയുമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. 11 പറഞ്ഞു. അപ്പം ഇത്ര ടൈപ്പ് ഓഫ് ക്യൂരിയോസിറ്റി ഉണ്ട്. ശരിയും നമ്മൾ കാണുന്ന രീതിയിൽ പൊതുവേ നമ്മൾ ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു രീതിയിലാണ് പൊതുവേ ആൾക്കാർ കണക്കാക്കുന്നത്, പക്ഷേ അത് ശരിക്കും പല ടൈപ്പ് ഓഫ് ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ചായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്കത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമൊക്കെ. അപ്പം താങ്ക് യു ഗൈസ്.